ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കുറച്ച് ചോദ്യങ്ങളായിട്ടുള്ള ഫണ്ണി ചോദ്യങ്ങളായിട്ടുള്ള നമ്മുടെ യാത്രയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് 3 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. നമസ്കാരം, സുഖമായിരിക്കുന്നോ? പേരെന്താണ് ബ്രോ? ആദിത്യൻ. എവിടെയാണ്? സ്വദേശം തിരുവനന്തപുരത്ത് തന്നെയാണോ? എവിടെയാണ്? വെമ്പായത്താണ്. ആദിത്യൻ എന്താണ് ചെയ്യുന്നത്? എന്താണ്? ഞാൻ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ. എവിടെയാണ് പഠിക്കുന്നത്? എം ജി കോളേജിലാണ്. അപ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? ഉച്ചവരെ ഉണ്ടായിരുന്നു അല്ലേ? ഹാപ്പി ആണല്ലോ പഠനമൊക്കെ? ഓക്കെ ശരി. ഹരീഷ് എന്നാണ്. ഹരീഷ് തിരുവനന്തപുരത്ത് എവിടെയാണ്? ഹരീഷ് വെമ്പായത്ത് തന്നെയാണ്. ശരി. ഇവിടെ പഠനം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് തന്നെയാണോ പഠിക്കുന്നത്? ഞാൻ കെൽട്രോണിലാണ്. വർക്ക് ചെയ്യണോ? അല്ലല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി. ഓക്കെ. എങ്ങനെയുണ്ട് പഠനമൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് എക്സാമും കൂടി ഉണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കണക്ഷൻ എന്ന് പറയുന്നത്? എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 3 പേരും ഒരുമിച്ച്. ശരി. അപ്പോൾ നേരത്തെ പ്ലാൻഡ് ആയിട്ട് വന്നതല്ല? അല്ല, ഞാൻ വണ്ടി സർവീസിന് എടുത്തിട്ട് നമ്മൾ അങ്ങനെ ശരി. മുന്നേ ഒരുമിച്ച് വിദ്യാലയങ്ങളെ പഠനം അങ്ങനെയൊന്നുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല? കസിൻസാണ്. ഓക്കെ ശരി. പേരെന്താണ് ബ്രോ? അനു. സുഖമായിരിക്കുന്നു. എന്തൊക്കെയാണ് അനുവിൻ്റെ ഹോബീസ്? എന്തൊക്കെയാണ്? ഞാൻ ഫോട്ടോഗ്രാഫറാണ്. വെരി ഗുഡ്. ഓക്കെ. സ്റ്റുഡിയോ അല്ലെങ്കിൽ ഫ്രീലാൻസറായിട്ട് എത്ര വർഷമായി ഇപ്പോൾ ഫോട്ടോഗ്രാഫിക് മേഖലയിൽ? ഇപ്പോൾ 2-3 വർഷമായി. കൂടുതലായിട്ടും ചെയ്യുന്നത് ഈ വെഡിങ് ആണ് ചെയ്യുന്നത് അല്ലേ? ശരി. ഓക്കെ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ. അതിനോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം എന്താ? വെഡിങ് മാത്രമാണോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? ശരി. ജോലിയൊക്കെ നന്നായിട്ട് പോകണു. ഓണ സമയത്തൊക്കെ ഫോട്ടോഷൂട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അല്ലേ? ശരി. അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് മ്യൂസിയത്തിലേക്ക് വന്നതാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഇതിൽ ചോദിക്കുന്നത് കുറച്ച് ഫണ്ണി ചോദ്യങ്ങളാണ്. GK ആണെന്ന് വെച്ച് ചില ആൾക്കാർ പേടിച്ച് പോകും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഫണ്ണി ചോദ്യം എന്ന് വെച്ച് ചിലപ്പോൾ ഈ ഫണ്ണി ചോദ്യത്തിന് ചിലപ്പോൾ ഒരു ചോദ്യത്തിന് 2-3 ഉത്തരങ്ങൾ വന്നേക്കാം. GK പോലെയല്ല. എൻ്റെ കയ്യിലുള്ള ഉത്തരം തന്നെ പറയണമെന്ന് ഞാൻ പറയുന്നില്ല. അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മാനം തരാം. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ശരി. അപ്പോൾ ഇനി തിരിച്ചു പോകുന്ന സമയത്ത് വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകേണ്ട പരിപാടി. ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു? ബിരിയാണിയാണോ? കഴിച്ചില്ല എന്നപ്പോഴാണ് വന്നേക്കുന്നത്. ശരി. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടതായിരിക്കാം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഇതൊന്നും പൊതുവേ ഗൂഗിളിലൊന്നും ഉണ്ടാവില്ല, കാരണം ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദിക്കാം. ഒരു ഇൻഡിവിജ്വലായിട്ടല്ല, ഞാൻ പൊതുവായിട്ട് ചോദിക്കാം, അറിയാമെങ്കിൽ പറയാം. ഓക്കെ. ചോദ്യം എന്ന് പറയുന്നത്, ഇതൊരു വസ്തുവാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ. ഇതിന് രൂപമില്ല, നീളമില്ല, വീതിയില്ല, ഭാരമില്ല, ഒന്നുമില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മളിതിനെ എടുക്കുന്നു എന്ന് പൊതുവെ പറയാറുണ്ട് എന്നാണ്. അതായത് ഇതൊരു വസ്തുവല്ല, ഇതൊരു പ്രൊഡക്റ്റ് അല്ല, നമുക്കിതിനെ കാണാൻ പറ്റില്ല. ഓക്കെ. ഇതിന് നീളമുണ്ടാവില്ല, രൂപമുണ്ടാവില്ല, വീതിയില്ല, ഭാരമില്ല, ഒന്നുമില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മളിതിനെ എടുക്കുന്നു. ഈ സന്ദർഭങ്ങളിൽ ഈ സംഭവത്തിൻ്റെ പേരിനോടൊപ്പം എടുക്കുന്നു എന്ന് ചേർത്ത് പൊതുവെ പറയാറുണ്ട്. ശ്വാസം എടുക്കുന്നു, പിന്നെ ബ്രീത്ത് എടുക്കുന്നു, ശ്വാസം എടുക്കുന്നു. ശരി, വെരി ഗുഡ്. ശ്വാസം എന്നുള്ളത് റൈറ്റ് ആൻസർ. ഇതിലുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് വേദന എന്നും പറയാറുണ്ട്. നമ്മൾ വേദന എടുക്കുന്നു എന്ന് പൊതുവെ പറയാറുണ്ട്. കുഴപ്പമില്ല, ശ്വാസം എന്നുള്ളത് കറക്റ്റ് ആൻസറാണ്. രണ്ടാമത്തെ ചോദ്യം, വാങ്ങുമ്പോൾ കറുത്തിരിക്കും, ഉപയോഗിക്കുമ്പോൾ ചുവന്നിരിക്കും, കളയുമ്പോൾ വെളുത്തിരിക്കും. എന്താണ്? വാങ്ങുന്ന സമയത്ത് കറുത്തിരിക്കും. ഓക്കെ. ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇത് ചുവന്നിരിക്കും, കളയുന്ന സമയത്ത് ഇത് വെളുത്തിരിക്കും. എന്താണ്? അതായത് വാങ്ങുമ്പോൾ ഇതിൻ്റെ കളർ ഒരു കറുപ്പ് നിറം, ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ചുവന്ന നിറമായിട്ട് മാറും, കളയുന്ന സമയത്ത് ഇത് വെളുത്ത ഒരു നിറമായിട്ട് പൊതുവേ മാറാറുണ്ട്. അല്ല. ഒരു ക്ലൂ തരാം. ട്രെയിൻ യാത്രയ്ക്ക് ഇഷ്ടമല്ലേ? ഈ ട്രെയിൻ യാത്ര നടത്തുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സംഭവമാണിത്. അല്ല, വാങ്ങിക്കുന്ന സമയത്ത് ഒരു വെളുത്ത ഒരു സൈസ് പോലെ ഇരിക്കും, വാങ്ങിക്കുന്ന സമയത്ത് കറുത്തിരിക്കും, ഉപയോഗിക്കുന്ന സമയത്ത് ചുവന്നിരിക്കും, കളയുമ്പോൾ വെളുത്തിരിക്കും. നമ്മൾ പൈസ കൊടുത്തിട്ട് ചിലപ്പോൾ ഇത് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആൾക്കാർ നമ്മൾ അരികിലേക്ക് വരാറുണ്ട്. കപ്പലണ്ടി. പിന്നെ ഏതാണ്ട് ഇതിന് അടുത്തെത്തി. കറുത്ത്. ഓക്കെ. അതിൻ്റെ ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കില്ല. ടീ ബാഗ് അല്ലേ? ടീ ബാഗ്. ഓക്കെ. ടീ ബാഗ് എന്നുള്ളതാണ് ശരിയായത്. കുഴപ്പമില്ല. മൂന്നാമത്തെ ചോദ്യം, എന്നെ നോക്കും തോറും നിങ്ങളുടെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്നു എങ്കിൽ ഞാൻ ആരാണ്? എന്നെ നോക്കും തോറും നിങ്ങളുടെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്നു. സൂര്യൻ. റൈറ്റ് ആൻസർ. സൂര്യൻ. ഓക്കെ. നാലാമത്തെ ചോദ്യം,
സമുദ്രമുണ്ടെങ്കിലും വെള്ളം കാണാത്തത് എവിടെയാണ്? സമുദ്രമുണ്ട് പക്ഷെ വെള്ളം കാണാത്തത് എവിടെയാണ്? മരുഭൂമി. സമുദ്രമുണ്ട് പക്ഷെ വെള്ളം കാണാത്തത് എവിടെയാണ്? മരുഭൂമി. അതല്ലേ സമുദ്രമുണ്ട് പക്ഷെ അതിൽ വെള്ളം കാണത്തില്ല. അതെവിടെയാണ്? അങ്ങനെ ഒരു സംഭവം പ്രതിഭാസം എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? സമുദ്രം മനസ്സിലായില്ലേ? സമുദ്രമുണ്ട് പക്ഷെ അതിൽ വെള്ളം നമുക്ക് കാണാൻ പറ്റത്തില്ല. കുസൃതിയാണ്. സമുദ്രമുണ്ടെങ്കിലും വെള്ളം കാണാൻ പറ്റാത്തത് എവിടെ? കണ്ണടയ്ക്കുമ്പോൾ അല്ലല്ല, നമ്മളൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ പഠന സമയത്തില്ലേ, നമ്മളൊരു പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ, വളരെ സിമ്പിളാണ്. ഇത്രയും പറഞ്ഞത് പോലും ആലോചിക്കണ്ട. സമുദ്രമുണ്ടെങ്കിലും വെള്ളം കാണാത്തത് എവിടെയാണ്? കുഴപ്പമില്ല. അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഭൂപടം. ഭൂപടത്തിൽ സമുദ്രമുണ്ട് പക്ഷെ അതിൽ വെള്ളം കാണത്തില്ലല്ലോ. ഭയങ്കരമായിട്ട് ചിന്തിച്ചു അല്ലേ? ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്തേ. ആ വണ്ടി ഒന്ന് വിളിക്കും. അല്ല അതിലെടുക്കും. ഓക്കെ ശരി. ഓക്കെ. സമുദ്രമുണ്ടെങ്കിലും വെള്ളം കാണാത്തത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. ഭൂപടം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. പറയുമ്പോൾ ഒരു വാക്ക്, എഴുതുമ്പോൾ 3 അക്ഷരം. എനിക്ക് നിങ്ങളെ കാഴ്ച കാണാൻ സാധിക്കും. എന്താണ്? പറയുമ്പോൾ ഒരു വാക്കാണ് പക്ഷെ എഴുതുമ്പോൾ 3 അക്ഷരങ്ങളാണ്. എനിക്ക് നിങ്ങളെ കാഴ്ച കാണിക്കാൻ സാധിക്കും. സിമ്പിൾ. പറയുമ്പോൾ ഒരു വാക്ക്, എഴുതുന്ന സമയത്ത് 3 അക്ഷരങ്ങൾ വരും. എനിക്ക് നിങ്ങളെ കാഴ്ചകൾ കാണിക്കാൻ സാധിക്കും. കണ്ണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ പറ. ഐസ്. കണ്ണ്. കാഴ്ച. അല്ല, പറയുമ്പോൾ ഒരക്ഷരം, എഴുതുമ്പോൾ 3 അക്ഷരം. ഐ. റൈറ്റ് ആൻസർ. ഐ. വെരി ഗുഡ്. ഭയങ്കര നല്ല ഇവൻ. ശരി, അടുത്ത ചോദ്യം. 2 കണ്ണുണ്ടെങ്കിലും നേരെ നടക്കാത്തതാരാണ്? 2 കണ്ണുണ്ട് പക്ഷെ ഇതിന് നേരെ നടക്കാൻ പറ്റില്ല. അല്ല, പന്നി നേരെ നടക്കില്ലേ? പിന്നെന്താ വിളിച്ചതാട്ടോ പന്നി. 2 കണ്ണുണ്ടെങ്കിലും നേരെ നടക്കാൻ പറ്റാത്ത ഒരു ജീവി ഏതാണ്? ഒരു ജീവിയാണ്. കടലിൽ കാണപ്പെടുന്ന ഒരു ജീവി. കടലിൽ. ഞാൻ തന്ന ക്ലൂ ആണത്. കണ്ണ് 2 ഉണ്ടെങ്കിലും ഇതിന് നേരെ നടക്കാൻ പറ്റത്തില്ല. ഞണ്ട്. റൈറ്റ് ആൻസർ. ഓക്കെ. കണ്ണ് 2 ഉണ്ട് പക്ഷേ നേരെ നടക്കാൻ പറ്റാത്ത എന്താണ്? ഓക്കെ, 2 ചോദ്യങ്ങൾ കൂടി. മിക്കവാറും നമുക്ക് ഈ രുചി എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? എനിക്കാ ബിരിയാണി. ഓക്കെ, ബിരിയാണിയാണ്. ശരി. ഓണസമയത്ത് സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നോ? അത് ബുക്ക് ചെയ്തിട്ട് വാങ്ങിച്ചതാണോ അല്ല വീട്ടിൽ നിന്ന്? ചോദ്യം ഇതാണ്. മിക്കവാറും എല്ലാ ദിവസവും നമ്മളിത് രുചിച്ച് നോക്കാറുണ്ട് പക്ഷെ കഴിക്കാറില്ല. എന്താണ്? എല്ലാ ദിവസവും നമ്മളിത് രുചിക്കും. എല്ലാ ദിവസവും നമ്മൾ രുചിക്കും പക്ഷെ ഇത് കഴിക്കാറില്ല. വെള്ളം. അല്ല, വെള്ളം കുടിക്കൂലടാ. രുചിക്കൂലെന്ന്. അല്ല, കഴിക്കാറില്ല. പേസ്റ്റ്. റൈറ്റ് ആൻസർ. പേസ്റ്റ്. റൈറ്റ് ആൻസർ. ഓക്കെ. ലാസ്റ്റ് ചോദ്യമാണ്. മലർന്ന് കിടന്നുറങ്ങുന്ന ജീവി ഏതാണ്? മലർന്ന് കിടന്നുറങ്ങുന്ന ജീവി ഏതായിരിക്കും? പട്ടിയെപ്പോഴാണ് മലർന്ന് കിടന്നുറങ്ങും? ഇവന്റെ വീട്ടിലെ പട്ടി മലർന്ന് കിടന്നുറങ്ങും കേട്ടോ. അല്ല, മലർന്ന് കിടന്നുറങ്ങുന്ന ജീവി. മനുഷ്യൻ. റൈറ്റ് ആൻസർ. അടിപൊളി. ഓക്കെ, സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്ന കൂട്ടുകാരൻ്റെ പേര് പറ. ആദിത്യനാണ് കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയ് എന്ന് പറയുന്നത് ആദിത്യനാണ്. എന്തൊരു സന്തോഷമില്ലാത്ത ആദിത്യ. ഓക്കെ, ഇതിന് മുമ്പേ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? അല്ല, അങ്ങനല്ല, ഇതുപോലെ കിട്ടില്ല. അപ്പോൾ ആദിത്യന് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. അപ്പോൾ ആദിത്യൻ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ആദിത്യന് ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. അപ്പോൾ 3 പേരും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മത്സരിച്ചപ്പോൾ സന്തോഷം. അപ്പോൾ ഈ ഒരു റിലേഷൻ നല്ല രീതിയിൽ. നിങ്ങൾ നാട്ടിലെ ക്ലബിന് അങ്ങനെ എന്തെങ്കിലും പേരെന്തെങ്കിലും ഉണ്ടോ? ക്ലബ് എന്തെങ്കിലും ഉണ്ടോ? ക്ലബ്ബായിട്ട് അങ്ങനെയൊന്നുമില്ല. സ്പോർട്സുമായി ബന്ധപ്പെട്ടാണോ അവിടെ, അല്ലെങ്കിൽ കലാമേഖലയുമായി ബന്ധപ്പെട്ടാണോ? അങ്ങനെയുള്ളത് മാത്രം അല്ലേ? ശരി, സന്തോഷം കേട്ടോ. അപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് ഗംഭീരമായിട്ട് നടക്കണം. ഈ അവാർഡിനൊക്കെ അത്യാവശ്യം ഫോട്ടോഗ്രാഫി എടുത്ത സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുണ്ടോ? അയച്ചു കൊടുക്കാറുണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഒരു അവാർഡ് കിട്ടട്ടെ പെട്ടെന്ന്. ഓക്കെ. അപ്പോൾ ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നത് ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. അപ്പോൾ ഒരു ടാറ്റ പറഞ്ഞേക്ക് പ്രേക്ഷകർക്ക്.